ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ഒനിയൻ. ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. സാമ്പാർ എല്ലാവരും വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സാമ്പാർ പൊടി ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സാമ്പാർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സവാളയുടെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ തന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 3 വിസിലിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 3 വിസിലൊക്കെ വന്നപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കഷ്ണങ്ങളൊന്നും സെപ്പറേറ്റ് വേവിക്കുന്നില്ല, എല്ലാം ഒരുമിച്ചാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പരിപ്പ് മാത്രമാണ് കൂടുതൽ വേവുള്ളത് കൊണ്ട് അത് സെപ്പറേറ്റ് നമ്മൾ കുക്കറിൽ 3 വിസിലിൽ വേവിച്ചെടുത്തത്. ഇത് നമുക്കെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലവരൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഓരോ കഷ്ണങ്ങളൊക്കെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ചെയ്യുന്നതും കാണാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലോണം ചൂടാക്കി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വാളംപുളിയുടെ വെള്ളമാണ്. അപ്പോൾ പുളി വെള്ളത്തിലിട്ടായിരുന്നു, അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അരിച്ച് ഇതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയും വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം എന്നുള്ളവർക്ക് 3 വിസിൽ വരെ ആവാം, അല്ലാത്തവർക്ക് 2 വിസിൽ മതിയാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ കുക്കറിൽ നിന്ന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 3/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കായപ്പൊടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കറക്റ്റ് വരുന്നത്. അപ്പോൾ അത് തിളച്ച് വരുന്ന ആ കറക്റ്റ് ടൈമിൽ വേണം അത് ആ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് നല്ലോണം തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ 2 വിസിൽ വരാൻ വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്തുള്ളൂ. ഒത്തിരി കഷ്ണങ്ങളൊന്നും വേവിച്ചെടുത്തിട്ടില്ല. കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ കിടക്കുന്നുണ്ട്, എങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് കടുകും ഉള്ളിയൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂട് ആയതിനു ശേഷം അതിലേക്ക് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് വട്ടം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നല്ലോണം ഗോൾഡൻ കളർ ആയതിനു ശേഷമാണ് നമ്മളിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മൂപ്പിച്ചെടുക്കാനായിട്ട് ഉള്ളി അരിയുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് തന്നെ വട്ടത്തിൽ അരിയുന്നതായിരിക്കും കൂടുതലൊരു ഭംഗി കിട്ടുന്നത്. സാധാരണ അങ്ങനെയാണ് നമ്മൾ അരിയാറ്. അപ്പോൾ കളറൊക്കെ ലൈറ്റായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കളർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതിലേക്ക് ഒരു കളർ ചേഞ്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളി അത്യാവശ്യം മൂത്തതിന് ശേഷം മാത്രം അതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ഫുള്ള് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആവുമ്പോൾ നമുക്കത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ സാമ്പാർ പൊടിയൊന്നും ചേർത്തിട്ടില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പൊടികളൊക്കെ വീട്ടിലുള്ള പൊടികളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ സാമ്പാർ റെഡിയാക്കി എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ ഒന്ന് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.